നമസ്കാരം, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവരും സുഖമായിരിക്കണമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇന്ന് ഞാൻ കൊണ്ടുവന്നത് സ്കിൻ വൈറ്റനിങ് പാക്കാണ്. സ്കിൻ വൈറ്റനിങ് ക്രീമുകളൊന്നും വാങ്ങി തേക്കേണ്ട ആവശ്യമില്ല. നമ്മളിത് ഡെയിലി ഉപയോഗിക്കുകയാണെന്ന് വെച്ചാൽ മുഖം വെളുക്കുന്നു ഞാൻ ഉറപ്പ് തരികയാണ്. എൻ്റെ സ്കിന്നിനെ ഒരുപാട് മാറ്റാൻ സഹായിച്ച ഒരു ക്രീമല്ല, ഒരു പാക്കാണിത്. ഇത് ഞാൻ ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു, കുറേ കാലം ഡെയിലി ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ഇതെനിക്ക് ഒരുപാട് റിസൾട്ട് തന്നതാണ്. ഇപ്പോഴും ഞാൻ ഉഴുന്നെടുത്ത് വയ്ക്കുന്ന സമയത്ത് ഇത് ഞാൻ ഉപയോഗിക്കാറുണ്ട്. ചിലപ്പോൾ 2-3 ദിവസം ഉപയോഗിക്കും, ആഴ്ചയിൽ ഒരു വട്ടം. പിന്നെ പിറ്റത്തെ ആഴ്ച നമ്മൾ ഉഴുന്ന് എടുത്ത് വയ്ക്കുമ്പോൾ ഇതുപോലെ ഉപയോഗിക്കാറുണ്ട്. നല്ല അടിപൊളിയാണ്. ടാനൊക്കെ പെട്ടെന്ന് മാറ്റും. നമുക്ക് ഫസ്റ്റ് യൂസിൽ തന്നെ നമ്മുടെ മുഖത്തെത്തി നമ്മുടെ ശരീരം മൊത്തം ടാനുകളൊക്കെ മാറ്റിത്തരും ഇത്. അതുപോലെ തന്നെ നമുക്ക് നല്ല സ്കിന്നൊന്ന് ടൈറ്റ് ആക്കാൻ സഹായിക്കും. മുഖം നല്ലപോലെ, മുഖം എന്നല്ല മൊത്തം ശരീരം വെളുക്കാൻ സഹായിക്കുന്നതാണ്. ഇനിയിപ്പോൾ നിങ്ങൾക്ക് മുഖത്ത് മാത്രം ഉപയോഗിക്കാനും താല്പര്യം വെച്ചാൽ മുഖം നല്ലപോലെ വെളുക്കാൻ സഹായിക്കും. പക്ഷേ 1 വട്ടോ 2 വട്ടോ ഒരാഴ്ച 10 ദിവസം ഉപയോഗിച്ചാൽ പോരാ, നമുക്ക് കുറച്ച് കാലം ഉപയോഗിക്കേണ്ടി വരും. ഇതെന്തായാലും ഞാൻ പറഞ്ഞ മാതിരി പെട്ടെന്ന് അങ്ങോട്ട് നമുക്ക് വെളുത്ത് തുടുക്കാൻ വേണ്ടിയിട്ട് ഇത് ക്രീമല്ല, വൈറ്റനിങ് ക്രീമല്ല, വൈറ്റനിങ് പാക്കാണ്. അപ്പോൾ ഇതാണ് സാധനം. നല്ല അടിപൊളി പറഞ്ഞാൽ നല്ല അടിപൊളിയാണ്. അപ്പോൾ ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ നോക്കിയിട്ട് വന്നാലോ. അതിന് മുന്നോട്ടിട്ട് ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ പേര് ദീപാണ്. നിങ്ങൾ വീഡിയോസ് എല്ലാം ഒന്ന് കണ്ടു നോക്കുക. നിങ്ങൾക്ക് യൂസ്ഫുള്ളാണ്, ഇഷ്ടപ്പെട്ടു എന്നുണ്ടെങ്കിൽ നിങ്ങൾ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. നമുക്ക് പെട്ടെന്ന് പോയിട്ട് ഇൻഗ്രീഡിയൻസ് ഒന്ന് നോക്കിയിട്ട് വരാം. അപ്പോൾ നമുക്ക് സ്കിൻ വൈറ്റനിങ് പാക്കാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് ആദ്യം വേണ്ടത് നമ്മുടെ ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയതാണ്. പൊട്ടറ്റോ നല്ലപോലെ ബോയിൽ ചെയ്തെടുക്കുക. അതിന് ശേഷം അതിൻ്റെ സ്കിന്നുണ്ടല്ലോ, അത് നമുക്കൊന്ന് മാറ്റി കൊടുക്കാം. തൊലി മാറ്റിയതിന് ശേഷം നമുക്കിതിൻ്റെ പകുതി മതി. നമുക്കിപ്പോൾ ഇത്രയും നമുക്കിപ്പോൾ നമ്മുടെ മുഖത്തേക്ക് തേക്കാനായിട്ട് എടുക്കാം. അപ്പോൾ ഒരു പൊട്ടറ്റോയുടെ പകുതിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ആവശ്യം ഉഴുന്ന് മാവ് അരച്ചതാണ്. അപ്പോൾ ഉടുതുക്കി ദാൽ എന്നൊക്കെ പറയും ഇവിടെ ഹിന്ദിയിൽ. അത് ഇതിലേക്ക് ഒരു 2 സ്പൂൺ ഇട്ടുണ്ട്. 2 സ്പൂണിലേക്ക് നമ്മൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നല്ലപോലെ മിക്സ് ചെയ്യണം. ഉഴുന്ന് നമ്മുടെ സ്കിൻ വൈറ്റനിങ്ങിന് ഒരുപാട് സഹായിക്കുന്നതാണ്. ഞാൻ ഒരുപാട് വട്ടം ഉപയോഗിച്ച് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞിട്ടുള്ളതുമാണ്. ഉഴുന്ന് നമ്മുടെ സ്കിന്നിനെ ഒന്ന് മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് ഏറ്റവും നല്ലതാണ്. അതിൽ കൂടെ പൊട്ടറ്റവും കൂടി കൂടുമ്പോൾ പിന്നെ പറയണ്ട, സ്കിൻ മൊത്തം വൈറ്റനിങ്ങിന്, സ്കിൻ മൊത്തം ടാൻ അടിച്ചതായി ഇരിക്കണം ആൾക്കാർക്ക് ഇതൊന്ന് ഉപയോഗിച്ചാൽ മതി. അടിപൊളിയായിട്ട് നല്ലപോലെ പറഞ്ഞാൽ നല്ലപോലെ വെളുക്കും. നിങ്ങൾ കുറേ പണം കൊടുത്തിട്ട് വൈറ്റനിങ് ക്രീമുകളുടെ പിന്നാലെ ഒന്നും പായണ്ട. നമ്മുടെ അടുക്കളയിലുള്ള ഈ ഉഴുന്നും പൊട്ടറ്റോയും വെച്ചിട്ട് നമുക്ക് നമ്മുടെ മുഖത്തിനെ നല്ലപോലെ വെളുക്കാൻ സഹായിക്കും, നല്ലപോലെ വെളുപ്പിക്കാം നമുക്ക്. അപ്പോൾ ഇത് ഉപയോഗിക്കുമ്പോൾ നിങ്ങൾ ഒരു വട്ടം ഉപയോഗിച്ചിട്ട് കാര്യമില്ല. അപ്പോൾ ഈ മിക്സ് ചെയ്ത് വെച്ചത് നമുക്ക് 2-3 ദിവസത്തേക്കുള്ളത് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ ഇതുപോലെ മിക്സ് ചെയ്ത് വെക്കണവർക്ക് മിക്സ് ചെയ്ത് വെക്കുക, അല്ലച്ചാൽ ഉഴുന്ന് അരച്ച് മാറ്റി വെച്ചിട്ട് അപ്പോൾ ആവശ്യാനുസരണം നിങ്ങൾക്ക് ഇതുപോലെ പൊട്ടറ്റോ പുഴുങ്ങിയത് മിക്സ് ചെയ്തിട്ടാണ് വെച്ചാൽ നിങ്ങൾക്ക് ഉപയോഗിക്കാം. എങ്ങനെ വേണിച്ചാലും നിങ്ങൾക്ക് ഉപയോഗിക്കാം. 2-3 ദിവസത്തേക്ക് ഇതൊരു കേടും വരില്ല. ഫ്രിഡ്ജിൽ വെക്കണം എന്ന് മാത്രം കേട്ടോ. പുറത്ത് വെച്ചാൽ കേട് വരും, ഫ്രിഡ്ജിൽ വെച്ചാൽ ഒരു കേടും വരില്ല. അപ്പോൾ ഇതാ നമുക്ക് ഈ ഒരു 2 ഇൻഗ്രീഡിയൻസ് വെച്ച് തന്നെ നമുക്ക് നല്ലപോലെ മുഖം വെളുപ്പിക്കാം. നമ്മൾ ഡെയിലി ഇത് ഉപയോഗിക്കുക, ഒരു കുഴപ്പമില്ല. ഡെയിലി ഉപയോഗിക്കുന്നതിലൂടെ നമ്മുടെ മുഖത്തെ പാടുകളും പ്രശ്നങ്ങളൊക്കെ മാറി മുഖം അങ്ങനെ വെളുത്ത് തുടുക്കും കേട്ടോ. ഇത് രാത്രി നിങ്ങൾ തേക്കുക. അതിന് ശേഷമാണ് നമുക്കൊരു 20 മിനിറ്റൊക്കെ കഴിഞ്ഞതിന് ശേഷം മാത്രം കഴുകിക്കളഞ്ഞാൽ മതി. അത് നമ്മുടെ ഉഴുന്ന് നമ്മുടെ സ്കിന്നൊന്ന് ടൈറ്റൻ ചെയ്യാനും കൂടി നമ്മളെ സഹായിക്കുന്നതാണ്. അപ്പം ഇതെങ്ങനെ ഉപയോഗിക്കേണ്ടതെന്ന് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ നിങ്ങൾ ഇൻഗ്രീഡിയൻസ് കണ്ടുള്ളൂ, 2 സാധനമേ വേണ്ടുള്ളൂ. ഉഴുന്ന് ഞാൻ ഒരുപാട് ഉപയോഗിച്ചതാണ്. ഒരുപാട് കാര്യങ്ങൾ ഞാൻ നിങ്ങൾക്ക് ഓൾറെഡി പറഞ്ഞ് തന്നിട്ടുണ്ട് ഉഴുന്ന് വെച്ചിട്ട് പലതരം പാക്കുകൾ. അപ്പോൾ ഉഴുന്നിൻ്റെ കൂടെ പൊട്ടറ്റോ ചേർക്കും വല്ലാത്തൊരു അതിശയിപ്പിക്കുന്ന ഒരു റിസൾട്ടാണ് നമുക്ക് കിട്ടുക. നിങ്ങൾ എന്തായാലും ഇതിപ്പോൾ നിങ്ങൾക്ക് ഉപയോഗിച്ചാലാണ് നിങ്ങൾക്ക് ആ അതിശയം ഞാൻ പറഞ്ഞതിൻ്റെ എന്തുകൊണ്ട് ഞാൻ അങ്ങനെ പറഞ്ഞു എന്ന് നിങ്ങൾക്ക് മനസ്സിലാവുക. അത്രയ്ക്ക് നല്ല അടിപൊളിയാണ്. ഞാനിതുപോലെ ഉഴുന്ന് ഞാൻ എപ്പോഴും പറയാറുണ്ട്, നിങ്ങൾ ഇഡ്ഡലിക്ക് ദോശയ്ക്കൊക്കെ അരയ്ക്കുമ്പോൾ നിങ്ങൾ ഇത്തിരി ഉഴുന്ന് മാറ്റി വയ്ക്കുക. ഇതിന് വേണ്ടിയിട്ട് പ്രത്യേകിച്ച് നമുക്ക് ഉഴുന്ന് ചെയ്യേണ്ട ആവശ്യമില്ല. അലച്ച് പിന്നെ ഉഴുന്നിൻ്റെ പൊടി ഉണ്ടെന്ന് വെച്ചാൽ നിങ്ങൾക്ക് ഉഴുന്നിൻ്റെ പൊടിയിലേക്ക് ഈ പൊട്ടറ്റോ ഉണ്ടല്ലോ, പൊട്ടറ്റോ ബോയിൽ ചെയ്ത് നല്ലപോലെ മിക്സ് ചെയ്യുക.
അപ്ലൈ ഉപയോഗിക്കാൻ വേണ്ടിയിട്ട് അതിൻ്റെ കൂടെ കുറച്ച് തൈര് കൂട്ടണം. കാരണം പൊടി ആയതുകൊണ്ട്. അതുപോലെ തന്നെ പൊടി ആയതുകൊണ്ട് തന്നെ നിങ്ങൾ മിക്സ് ചെയ്ത് കുറച്ച് നേരം വെക്കുക. വെച്ചതിന് ശേഷം ഒന്നും കൂടി നമുക്ക് കൈവച്ച് നല്ലോണം ഞരടി ഒരു ഇതാക്കുമ്പോൾ നമുക്ക് നല്ലൊരു പശ പോലെ കിട്ടും. നമ്മൾ അരച്ചെടുക്കുമ്പോൾ അതൊരു വല്ലാത്തൊരു റിസൾട്ടാണ് നമുക്ക് അരച്ചെടുക്കുമ്പോൾ. പൊടിച്ചെടുക്കുമ്പോൾ റിസൾട്ട് ഇല്ല എന്നല്ല, കിട്ടുന്നുണ്ട്. നമുക്ക് പെട്ടെന്നുള്ള പണിയാണ് നമ്മുടെ പൊടിച്ചെടുക്കൽ. പക്ഷേ കുതിർത്തി അരച്ചെടുക്കുമ്പോൾ അതൊരു പശ പോലെ വരും. അപ്പോൾ അതിന് വേണ്ടിയാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ തൈര് ഒഴിച്ചൊന്ന് മിക്സ് ചെയ്ത് നിങ്ങൾ പൊടി ഒന്ന് പൊടിച്ചതിനെ നമ്മൾ ഒന്ന് മിക്സ് ചെയ്ത് വെക്കുക. അതിന് ശേഷം പിന്നെ നമ്മൾ എടുത്ത് അതിലേക്ക് പൊട്ടറ്റോ കൂടി മിക്സ് ചെയ്ത് അത് നമ്മൾ മുഖത്ത് തേക്കുക. അപ്പോൾ നമുക്ക് ഇതേപോലെയുള്ള ആ ഒരു റിസൾട്ട് തന്നെയാണ് അപ്പോൾ കിട്ടണത് കേട്ടോ. അപ്പോൾ ഞാൻ എപ്പോഴും മിക്കവാറും ഞാൻ അരച്ചിട്ടാണ് ഉപയോഗിക്കാറ്. അതുകൊണ്ടാണ് ഞാൻ അരച്ചതിൻ്റെ ഗുണത്തെക്കുറിച്ച് പറഞ്ഞ്. ബട്ട് നിങ്ങൾക്ക് എങ്ങനെ സൗകര്യമുള്ള വെച്ചാൽ നിങ്ങൾ അതുപോലെ ചെയ്യുക. ഉഴുന്നായതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് എന്താ പറയുക, ആർക്കും അങ്ങനെ സ്കിന്നിന് പ്രശ്നങ്ങളോ പ്രോബ്ലങ്ങളോ ഒന്നും ഉണ്ടാവില്ല. അല്ല, എന്ത് തേച്ചാലും സ്കിന്നിന് പ്രോബ്ലം ഉള്ള ചില സ്കിന്നുണ്ട്. അങ്ങനെയുള്ളവർ നിങ്ങൾ ഒരു പാച്ച് ടെസ്റ്റ് ചെയ്തതിന് ശേഷം നിങ്ങളിത് ഉപയോഗിക്കുക. ഒരു കാര്യം ഞാൻ ഉറപ്പ് തരാം, നിങ്ങൾക്കൊരു ഫസ്റ്റ് യൂസിൽ തന്നെ ടാനൊക്കെ മാറി മുഖത്തിന് നല്ലൊരു തിളക്കം കിട്ടും ഇത് ഉപയോഗിക്കുമ്പോൾ. അതിന് ശേഷം നിങ്ങളിത് വിടരുത്. ആ തിളക്കം കിട്ടുമ്പോൾ തന്നെ നമ്മൾ വിചാരിക്കുക നല്ല കളർ കിട്ടിയല്ലോ പറഞ്ഞിട്ട് വിടണവരുണ്ട്. അങ്ങനെ വിടരുത്. നിങ്ങൾ നല്ല കട്ടിക്ക് തന്നെ ഇത് ദിവസവും നിങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് നിങ്ങൾ ഒരാഴ്ച തേക്കുമ്പോഴേക്കും സ്കിന്നിൽ നിങ്ങൾ പ്രതീക്ഷിക്കും, നമുക്കൊരു പ്രതീക്ഷ ഉണ്ടാവും ഇത്രയൊക്കെ കളർ കിട്ടും എന്നുള്ളത്. അതിൻ്റെ അപ്പുറത്തെ റിസൾട്ട് നിങ്ങൾക്ക് ഇത് തരണതായിരിക്കും. ഞാൻ എൻ്റെ ഒരു ഫോട്ടോ പഴയത് ഇഷ്ടം പോലെ ഞാൻ ഫോട്ടോകൾ ഇടുന്നുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും ഞാൻ എൻ്റെ പഴയ കളറ് ഉണ്ടായിരുന്നു, ഞാൻ ഇല്ല എന്നല്ല. പക്ഷേ ടാൻ അടിച്ചിട്ടും പിഗ്മെൻറ്റേഷൻ വന്നിട്ടും മുഖം മൊത്തം കറുത്തിരിക്കുകയായിരുന്നു. അപ്പോൾ അതിൽ നിന്നൊക്കെ മാറാൻ കുറേ പാക്കുകൾ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പക്ഷേ ഈ പാക്ക് ഞാൻ ഒരുപാട് വട്ടം ഉപയോഗിച്ച ഒരു പാക്കാണിത്. നിങ്ങൾ എന്തായാലും ഒന്ന് ചെയ്ത് നോക്ക്. നിങ്ങളുടെ സ്കിന്നിന് ചേരുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് ധൈര്യമായിട്ട് ഉപയോഗിക്കാം. ചിലർ ചോദിക്കാറില്ലേ ഏതിലാണ് കൂടുതൽ ചേച്ചിക്ക് റിസൾട്ട് കിട്ടിയെന്ന്. അതെനിക്ക് ഒരുപാട് പാക്കുകൾ റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ സാധനം ഞാൻ പക്ഷേ പിന്നെയും ഉപയോഗിച്ച് ഒരു പാക്കാണ് കേട്ടോ. അപ്പോൾ അത് അത്രയും എനിക്ക് റിസൾട്ട് കിട്ടുമ്പോഴാണ് നമ്മളത് പിന്നെയും ഉപയോഗിക്കുക. അപ്പോൾ നിങ്ങൾക്ക് അത് മനസ്സിലാക്കാമല്ലോ ഇതിൽ എനിക്ക് എത്ര റിസൾട്ട് കിട്ടിയെന്നുള്ളത്. ഞാൻ പ്രതീക്ഷിക്കണേലും അപ്പുറം റിസൾട്ട് തന്നൊരു സാധനമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും ഇത് ആഴ്ചയിൽ ഉഴുന്ന് മാറ്റി വയ്ക്കാറുള്ള സമയത്തൊക്കെ ആഴ്ചയിൽ ഒരു 3 വട്ടം ഉപയോഗിക്കാനുള്ളതെങ്കിലും എനിക്ക് കിട്ടും. ഓൾറെഡി ഞാൻ ഇതിപ്പോൾ ഇന്നലെ തേച്ചതാണ്. അതുപോലെ തന്നെ ഞാൻ അരച്ച് വയ്ക്കുമ്പോൾ കുറച്ച് കൂടുതൽ അരച്ച് വയ്ക്കും. അപ്പോൾ ഞാൻ ഉഴുന്ന് മാവ് കുറച്ച് ഫ്രിഡ്ജിലേക്ക് മാറ്റി വയ്ക്കുന്നതാണ്. അത് കുറച്ചെടുത്തിട്ടാണ് ഇപ്പോൾ ഇന്ന് ഞാൻ ഉരുളക്കിഴങ്ങ് മിക്സ് ചെയ്ത് നിങ്ങൾക്ക് കാണിച്ചു തന്നത് കേട്ടോ. ഇപ്പോൾ ദാ ഞാൻ ഇത്രയും എടുത്തത്തെ ഇനി ഇത്രയേ ഉള്ളൂ. പകുതിയിൽ നിന്നും കൂടുതൽ ഞാനിപ്പോൾ മുഖത്ത് ഉപയോഗിച്ചു. ഇനിയിപ്പോൾ ഞാനിത് കഴുത്തിലും കൂടി ഉപയോഗിക്കണമെന്നുണ്ട് വെച്ചാൽ മൊത്തത്തിൽ കഴിയും. അപ്പോൾ ഞാനിപ്പോൾ കഴുത്തിൽ ഉപയോഗിക്കണില്ല. രാത്രി ഒരു 10 മണിയായിട്ടുണ്ട്. ഇതെനിക്ക് രാവിലെയല്ല നാളെ മുഖത്ത് ഉപയോഗിക്കാനുള്ളത് മിക്സ് ചെയ്തത് ഞാനിപ്പോൾ ഇതൊരു പാത്രത്തിലാക്കി അങ്ങോട്ട് ഫ്രിഡ്ജിൽ വയ്ക്കും. ഞാൻ ചില്ലറിലാട്ടോ വയ്ക്കുക. ചില്ലറിൽ മൂടി വെച്ച് നമ്മൾ വെച്ച് കഴിഞ്ഞു പറഞ്ഞാൽ നല്ല അടിപൊളി തണുത്ത് നമ്മൾ നാളെ ഉപയോഗിക്കും. നല്ല കൂളായി നല്ലപോലെ തണുത്ത് മുഖത്ത് തേക്കുമ്പോൾ തന്നെ ഈ ചൂടത്ത് നമുക്ക് നല്ലൊരു സുഖമാണ് കേട്ടോ. ഇപ്പോൾ ഇവിടെ മുഖത്ത് മൊത്തം തേച്ചു. ഇനി ഇത് നമ്മൾ സംസാരിക്കരുത്. ഉഴുന്നൊക്കെ ആയതുകൊണ്ട് തന്നെ നല്ലൊരു വലിച്ചിലുണ്ടാവും നമുക്ക്. ഇത് കുറച്ച് നേരം ഇങ്ങനെ വയ്ക്കുമ്പോൾ നമുക്ക് സ്കിന്നിലേക്ക് ആ ഉഴുന്നൊക്കെ ഇങ്ങോട്ട് വലിച്ചങ്ങോട്ട് എടുക്കും കേട്ടോ. അപ്പോൾ ഈ ഉരുളക്കിഴങ്ങിൻ്റെ ആ ഒരു ഇത് മാത്രം നമുക്ക് കൂടുതലായിട്ട് കാണാൻ പറ്റുക. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് വെയിറ്റ് ചെയ്യുക. അതിന് ശേഷം കഴുകി കഴിയുമ്പോൾ ഞാൻ നല്ലൊരു മസാജ് കൊടുക്കും. മസാജ് കൊടുത്തിട്ടാണ് കഴുകി കളയുക. അപ്പോൾ എന്തായാലും നമുക്കൊരു 20 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യുക. ഇപ്പോൾ ഇതാ എൻ്റെ മുഖത്തെ 20 മിനിറ്റ് ആയിട്ട് ഉരുളക്കിഴങ്ങൊന്നും നമുക്ക് അങ്ങനെ ഉണങ്ങില്ല. കണ്ടത് ഇവിടെയൊക്കെ ഉള്ള നമ്മുടെ ഉഴുന്നിൻ്റെ ആ പാക്കിൻ്റെ അതുണ്ടല്ലോ, അതൊക്കെ ഇങ്ങനെ നല്ലപോലെ ഉണങ്ങിയതാണ്. അപ്പോൾ ഇത് ഞാനൊന്ന് ഒരു മസാജ് കൊടുക്കും. ഇങ്ങനെ ഇവിടെ ഞാൻ ചെയ്യണില്ലേ, വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ടാണ് ചെയ്യണത്. വാഷ് ബേസിൻ്റെ അവിടെ പോയിട്ട് നല്ലപോലെ ഒരു മസാജ് കൊടുത്തതിന് ശേഷം ഒരു 2 മിനിറ്റിൻ്റെ സോഫ്റ്റ് ആയിട്ടുള്ള ഇങ്ങനെ ഒരു മസാജ് കൊടുക്കും. അതിന് ശേഷമാണ് കഴുകിയെടുക്കുക. അപ്പോൾ ഞാനത് കഴുകിയെടുത്തിട്ട് ഞാൻ നിങ്ങൾക്ക് ഇതിൻ്റെ റിസൾട്ട് കാണിച്ചു തരാം കേട്ടോ. ഇപ്പോൾ ഇതാ എൻ്റെ ഫേസ് നല്ലപോലെ കളറാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾക്കൊന്ന് മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ. അത്രയ്ക്ക് നല്ല റിസൾട്ട് തരുന്ന ഒരു സാധനമാണിത്. ഞാൻ നല്ലപോലെ മുഖം കഴുകിയിട്ട് വന്നു. ഇത് കഴുത്തിലും കൂടി തേച്ചാൽ അത് നല്ല അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ നമുക്ക് വെള്ളം ഒന്ന് ഒപ്പിക്കൊടുക്കുക. അതിന് ശേഷം ഞാൻ അടിച്ചു വെച്ച ടോണർ നല്ല തണുത്തിരിക്കുകയാണേ, അത് നമുക്ക് അടിച്ചു കൊടുക്കുക. ഓൾറെഡി ഈ ടോണർ ഞാനിവിടെ ഉണ്ടാക്കിയതാണ്. ഞാൻ നിങ്ങൾക്കിതിൽ കാണിച്ച് തന്നിട്ടുണ്ട്. യൂട്യൂബിൽ ഞാനിത് ഇട്ടിട്ടുണ്ട്. നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ഇപ്പോൾ ഞാൻ ടോണറും കൂടി അടിച്ചു. ഇതിനിപ്പോൾ നമ്മൾ എന്താ പറയുക തുടച്ച് കളയില്ല.
അത് സ്കിന്നിലേക്ക് അങ്ങോട്ട് അബ്സോർബ് ആയിക്കോളും. നല്ല അടിപൊളി പാക്കാണിത്. നിങ്ങളെല്ലാവരും ഒന്ന് ചെയ്ത് നോക്കണം. എനിക്ക് എത്ര പറഞ്ഞാലും മതിയാവണില്ല, കാരണം അത്രയ്ക്ക് ഞാൻ യൂസ് ചെയ്ത് എനിക്ക് ഒരുപാട് റിസൾട്ട് കിട്ടിയ ഒരു സാധനമാണ്. എല്ലാവരും ചോദിക്കാറുണ്ട് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ കാര്യം എന്താണെന്ന്. നമ്മൾ റിപ്പീറ്റ് പിന്നെയും അത് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമുക്ക് അതിന് അത്രയ്ക്ക് റിസൾട്ട് കിട്ടുക കാരണമാണ് നമ്മൾ പിന്നെയും റിപ്പീറ്റ് ചെയ്യണത്. അപ്പം മുഖം വെളുക്കണം എന്ന് ആഗ്രഹിക്കുന്നവർക്കെല്ലാം ഇതൊന്ന് ചെയ്ത് നോക്കാം. പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി തന്നെ നിങ്ങൾ ചെയ്യണം കേട്ടോ. അതുമാതിരി തന്നെ നമ്മളിത് മുഖത്ത് തേച്ചുകൊണ്ട് മാത്രം കാര്യമില്ല, നമ്മൾ ഭക്ഷണം കഴിക്കണതിലും കൂടി ശ്രദ്ധിക്കണം. സ്കിന്നിലേക്ക് നമുക്ക് എന്താ പറയുക, മുഖത്ത് ഇട്ടുകൊണ്ട് മാത്രം കാര്യമില്ല, വയറ്റിക്കും കൂടി ചെന്നാൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് നമുക്ക് പ്രത്യേകിച്ച് മുഖത്തേക്ക് എടുത്ത് കാണിക്കുള്ളൂ. അതുകൊണ്ട് ധാരാളം വെള്ളം കുടിക്കാൻ ഒരിക്കലും മറക്കരുത്, സൺസ്ക്രീൻ ഉപയോഗിക്കുക. അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ മാതിരി നിങ്ങൾ സലാഡുകളൊക്കെ നമ്മുടെ കക്കിടി, തക്കാളി, ക്യാരറ്റ് ഇങ്ങനെയുള്ളതൊക്കെ കഴിക്കാൻ പറ്റുന്നതൊക്കെ കഴിക്കുക. അതുപോലെ തന്നെ ഡ്രൈ ഫ്രൂട്ട്സ് പറ്റണവർ ഡ്രൈ ഫ്രൂട്ട്സ് കഴിക്കുക. ഇങ്ങനെയുള്ളതെല്ലാം ശ്രദ്ധിക്കണം. വെയിലത്ത് ഇറങ്ങുമ്പോൾ മുഖം ഒന്ന് ചുറ്റിക്കെട്ടി, നമ്മൾ എന്താ പറയുക, സൺസ്ക്രീൻ ഉപയോഗിക്കണമെങ്കിൽ ഒന്ന് ചുറ്റിക്കെട്ടിയിട്ട് ഇറങ്ങണമെന്ന് വെച്ചാൽ അതിൻ്റെയും കൂടി ഒരു റിസൾട്ട് നമുക്ക് കിട്ടും. അപ്പോൾ ഇങ്ങനെയുള്ളതൊക്കെ ശ്രദ്ധിക്കുമ്പോഴാണ് നമ്മുടെ സ്കിൻ ഒന്ന് ക്ലിയർ ആവാൻ നമ്മളെ നല്ലപോലെ സഹായിക്കുന്നത്. അപ്പോൾ എൻ്റെ സ്കിന്നിനെ ഞാൻ ഒരുപാട് മാറ്റിയെടുക്കാൻ സഹായിച്ച നല്ലൊരു പാക്കാണെന്ന് കാണിച്ചത്. എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിയിട്ട് റിസൾട്ട് കമൻറ്റ് വഴി ഒന്ന് അറിയിക്കുക. നമുക്കപ്പോൾ അടുത്തൊരു വീഡിയോയിലൂടെ കാണാം. ഓക്കെ, ബൈ.